ഒരു സ്ത്രീയുടെ കഴുത്തിലെ താലി അത് വെറും ആഭരണമാണോ, അടിമത്തത്തിന്റെ ചിഹ്നമാണോ, കുടുംബത്തിന്റെ തെളിവ് രേഖയാണോ, ദാമ്പത്യ ജീവിതത്തിന്റെ പവിത്രതയാണോ? അത്തരത്തിലുള്ള കുറേ അധികം ചോദ്യങ്ങൾ ജുഡീഷ്യറിക്ക് മുന്നിൽ എത്തിയിട്ട് പതിറ്റാണ്ടുകളായി. ഒരു താലിച്ചരട് പൊട്ടുമ്പോൾ വലിയ നിയമയുദ്ധങ്ങളും കോടതിക്ക് മുന്നിൽ എത്തുന്നുണ്ട്. താലിയും കോടതിയും തമ്മിൽ എന്താണ് ബന്ധം? കോടതി ഇന്ന് പരിശോധിക്കുന്നു. താലിയും കോടതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയൊരു കഥയുണ്ട്. തലശ്ശേരി കോടതിയിൽ പൊന്നിയം ചന്ദ്രന്റെ ഒരു പെയിന്റിങ്ങിലുണ്ട് ആ കഥ. തലശ്ശേരി സ്വദേശിനിയും കോൺഗ്രസ് നേതാവുമായ കമലാബായിയുമായി ബന്ധപ്പെട്ടാണ് ആ കേസ്. കമല സ്വാതന്ത്ര്യ സമര സേനാനി NSS പ്രഭുവിനെ വിവാഹം കഴിച്ചിരുന്നു. കൊളോണിയൽ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിന് നിരവധി വനിതാ ആക്ടിവിസ്റ്റുകളോടൊപ്പം കമലയും അറസ്റ്റിലായി. തലശ്ശേരി കോടതിയിലെ ഒരു ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് അവർക്ക് 6 മാസം തടവും 1000 രൂപ പിഴയും വിധിച്ചു. പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ വിവാഹത്തിന്റെ പവിത്രമായ പ്രതീകമായ താലിമാല ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ സംഭവം വലിയ കോലാഹലത്തിന് കാരണമായി. കോടതിയിൽ വീണ്ടും വിളിച്ചു വരുത്തിയ കമലയ്ക്ക് അവളുടെ താലി തിരികെ നൽകാൻ തീരുമാനിച്ചു. മറ്റൊരു പുരുഷൻ സ്പർശിക്കുന്ന താലി ഒരു സ്ത്രീ ധരിക്കുന്നത് വിലക്കുന്ന ഹിന്ദു ആചാരങ്ങൾ ചൂണ്ടിക്കാട്ടി അതവർ നിരസിച്ചു. ഈ ധിക്കാരപരമായ പ്രവൃത്തി ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി മാറുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. ഈ ഒരു സംഭവം അന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായെങ്കിൽ ഇന്ന് താലിയെ മഹത്വവൽക്കരിക്കുന്നതിന് 2 അഭിപ്രായം ഉടലെടുത്തിട്ടുണ്ട്. 2015 ഭാര്യ താലി ധരിക്കാത്തത് ഭർത്താവിനോടുള്ള ക്രൂരതയല്ലെന്നും താലി ധരിക്കണോ വേണ്ടയോ എന്നത് സ്ത്രീയുടെ അവകാശമാണെന്നും അത് നിർബന്ധിക്കാനാവില്ല എന്നും S. ശ്രീദേവി വേഴ്സസ് S. രമേശ് കേസിൽ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരുന്നു. എന്നാൽ 2026 എത്തിയപ്പോൾ മദ്രാസ് ഹൈക്കോടതി തന്നെ നിലപാട് മാറ്റി. ഭാര്യ താലി ധരിക്കാത്തത് ഭർത്താവിനോടുള്ള ക്രൂരതയാണെന്നും വിവാഹമോചനത്തിന് കാരണമാണെന്നും കോടതി പറഞ്ഞു വെക്കുന്നു. എന്നാൽ 2023 ഒരു കേസിൽ ഭാര്യ താലി ധരിക്കാത്തത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ക്രൂവൽറ്റി അല്ലെന്നും ആർട്ടിക്കിൾ 21 പ്രകാരം ഭാര്യയ്ക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞതായി മദ്രാസ് ഹൈക്കോടതി കണ്ടില്ല. പക്ഷേ താലി പൊട്ടിക്കൽ ക്രൂരതയായി കണക്കാക്കിയ സംഭവവും ജുഡീഷ്യറിക്ക് മുന്നിലുണ്ട്. ദുർഗപ്രസന്ന തൃപ്തതി വേഴ്സസ് അരുന്ധതി തൃപ്തതി കേസിൽ ഭർത്താവ് ഭാര്യയുടെ താലി ബലമായി പൊട്ടിച്ചു കളഞ്ഞത് സിന്ദൂരം മായ്ച്ചു കളഞ്ഞതും മെന്റൽ ക്രൂവൽറ്റി ആണെന്ന് സുപ്രീം കോടതി പറയുകയും ഭാര്യയ്ക്ക് വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. താലി ഒരു ഹിന്ദു സ്ത്രീയുടെ മതപരമായ ചിഹ്നമാകാം. പക്ഷെ അത് ധരിക്കണമോ വേണ്ടയോ എന്നത് ആ സ്ത്രീക്ക് തീരുമാനിക്കാം എന്നതാണ് ഇപ്പോഴുള്ള നിലപാട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതം അനുഷ്ഠിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പോഴുള്ള തലമുറ.